بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിന് ഇഷ്ടമുള്ള ജീവിതം നയിക്കണമേ എന്ന് എൻ്റെ ശരീരത്തോട് ഒന്നാമതായി ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളോട് എല്ലാവരോടും അർഹിക്കുന്ന ഭാഷയിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും ക്ലാസ് ഇന്ന് ആരംഭിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായം സൂറത്തുൽ ഹാഖയുടെ 1 മുതൽ 12 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 13 മുതലുള്ള വചനങ്ങളാണ് നമുക്കിന്ന് എടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് ഓതി തുടങ്ങാം. 13-ാമത്തെ ആയത്ത് ഫഇദാ നുഫിഖ എന്ന് തുടങ്ങുന്ന ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഖുർആൻ തുറന്നു വെച്ച് ഖുർആനിൽ നോക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية. ഒന്നുകൂടി. فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫഇദാ നുഫിഖ പറയുമ്പോൾ ശ്രദ്ധിക്കുക, തൊണ്ടയിൽ നിന്ന് തന്നെ വരാൻ. ഫിസ്സൂരി നഫ്ഖത്തുൻ ചേർത്തും മണിച്ചും ഓതേണ്ടതാണ്. ഇദ്ഗാമും ബിഗുന്നയാണ്. ഇദ്ഗാം ചെയ്യണം ഓന്നത്തോടു കൂടി. നഫ്ഖത്തുൻ വാഹിദ ദഹ് ആണ്, ദാലല്ല അവസാനിക്കുന്നത്, ഹിലാണ് അവസാനിക്കുന്നത്. ശരിക്ക് അത് വെളിവാക്കേണ്ടത് മാത്രമേ ഉള്ളൂ. فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة. ഇവിടെയും ദക്കത ചേർത്തും മണിച്ചും ഓതേണ്ടതാണ്. വാഹിദ വാഹിദ അങ്ങനെ. وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة فيومئذ നാവിൻ്റെ അറ്റത്ത് فيومئذ ചേർത്തും മണിച്ചും ഓതാ. ഇതും ഇതേപോലെ തന്നെ എന്താണ്, തൻവീനു ശേഷം വാവ് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ചേർത്തും മണിച്ചാണ് ഓതാൻ. ഇദ്ഗാം ബിഗുന്നയാണ് നിയമം.
വഖഅത്തിൽ വാഖിഅഹ്, വാഖിഅഹ് ആണ്, വാഖിഅഹ്. വ ഇൻ ഷഖത്താണ് ചേർത്തി ഓതുമ്പോൾ വാഷ, അവിടെ ഇഖ്ഫ ആണ്, നമ്മൾ അവ്യക്തമാക്കിയിട്ടാണ് അവിടെ മണിക്കേണ്ടത്. വാഷ. وانشقت السماء فهي يومئذ واهية، فهي يومئذ واهية. വാഹിയാണ് അവിടെ വരേണ്ടത്. മറ്റത് നമ്മൾ ഉച്ചരിക്കാൻ വാഹി ഹ ആണ് ഉച്ചരിക്കുന്നത്. അതിന് മുന്നിൽ ഐനാണ്. ഓരോന്നും വ്യത്യാസമാണ്. നന്നായി ശ്രദ്ധിച്ചാലാണ് നമ്മൾക്ക് പിന്നെ പാരായണം ചെയ്യുന്ന സമയത്ത് തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ കഴിയും. ആദ്യത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത സമയം അതിലെ 12ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് വാഇയ എന്നാണ്. വാഇയ. ഇന്നെടുത്ത 13ാമത്തെ ആയത്തിൽ ഇദാ നുഫിഖ ഫിസ്സൂർ നഫ്ഖത്തുൻ വാഹിദ ഹ ആണ്. വഹുമിലത്തുൽ അർളു വൽ ജിബാലു ഫദുക്കത്താ ദക്കത്തൻ വാഹിദ. ഫയൗമഇദി വഖഅത്തിൽ വാഖിഅ വൻഷഖത്തിസ് സമാഉ ഫഹിയ യൗമഇദിൻ വാഹിയ. അവിടെ ഹ ആണ്. അതോരോന്നും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി സൂറത്തുൽ ഹാഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന നാളുമായി ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ഭയങ്കര സംഭവത്തെക്കുറിച്ച്, യാഥാർത്ഥ്യമായ സംഭവത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നേരത്തെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ചില വിഭാഗങ്ങൾ, ആദ്, അതേപോലെ സമൂദ് ഗോത്രങ്ങൾ, അവര് അള്ളാഹുവിൻ്റെ പരലോകത്തെ നിഷേധിച്ച ആളുകളായിരുന്നു, അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളായിരുന്നു. അങ്ങനെ അവരെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താണ് ആദ് സമൂദ് ഗോത്രത്തിനൊക്കെ സംഭവിച്ചെന്ന് നമ്മെ അള്ളാഹു ശരിക്കും ഒന്ന് ബോധ്യപ്പെടുത്തി. ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്ന പലരും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ അവരുടെ പര്യവസാനം എന്താണ് എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ശാരീരികമായ നല്ല കഴിവുള്ള, നല്ല പിന്നെ എന്തും ചെയ്യാൻ കഴിവുറ്റ, മാൻ പവറുള്ള, നല്ല ഉഷിരുള്ള ആളുകളായിരുന്നു ആദ് സമൂദ് ഗോത്രക്കാരൊക്കെ. അപ്പം മുൻകഴിഞ്ഞു പോയ അത്തരം ആളുകൾക്ക് എന്താണ് സംഭവിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലുള്ള ആളുകൾ പരലോകത്തെ നിഷേധിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് അവരെക്കുറിച്ച് ആലോചിക്കാൻ, അവരുടെ കൺമുമ്പിൽ അവർക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയിലാണ് സമൂദ് ഗോത്രം, സ്വാലിഹ് അലൈഹിസ്സലാം ജീവിച്ച സമൂദ് ഗോത്രമൊക്കെ ഉള്ളത്. ആ കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അതിനു മുമ്പുണ്ടായിരുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു, അതിനേക്കാളേറെ അഹങ്കാരികളായിട്ടുള്ള ആളുകൾ. അവരാണെന്ന് ഫിർഔൻ, അല്ലെ? വജാഅ ഫിർഔൻ, ഫിർഔനും വന്നു, അതിന് മുമ്പുള്ള ആളുകളുമൊക്കെ. അവരുടെയൊക്കെ എന്തായിരുന്നു അവരുടെയും പര്യവസാനം എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ തന്നെ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അള്ളാഹു ഒന്ന് ഓർമ്മപ്പെടുത്തി. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഇതൊക്കെ എന്തിനാണെന്നറിയോ? ശ്രദ്ധിക്കുന്ന, പാഠം ഉൾക്കൊള്ളാൻ തയ്യാറുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിലൊക്കെ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ വളരെ നിസ്സാരന്മാരാണ്, ഒന്നിനും കഴിയാത്ത ആളുകളാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻ കഴിഞ്ഞു പോയ പല സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ശ്രദ്ധിക്കുന്ന ചെവികളുണ്ടോ എങ്കിൽ അവർക്കൊക്കെ തീർച്ചയായും ഇതിൽ പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിനുശേഷം ഇന്നെടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖത്തുൻ വാഹിദ. നഫഖ യൻഫുഖു എന്ന് വെച്ചാൽ ഊതുന്നതിനാണ് പറയാം. ഊതുക, ബ്ലോൺ. നമ്മൾ അവസാന നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഒരു മലക്കിനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ട്രംപറ്റിൽ, സൂറിൽ ഊതുന്നതിന് വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ്, ഫഇദാ നുഫിഖ. നഫഖ എന്ന് വെച്ചാൽ ഊതിയെന്നാണ്. നുഫിഖ എന്ന് വെച്ചാൽ ഊതപ്പെട്ടു എന്നാണ്. ഫഇദാ നുഫിഖ എന്ന് വെച്ചാൽ ഊതപ്പെട്ടാൽ, ഊത്ത് അത് സംഭവിച്ചു കഴിഞ്ഞാൽ, അതാണ് ഫഇദാ നുഫിഖ എന്ന് പറയുന്നത്. അങ്ങനെ അത് നൂത്ത് കഴിഞ്ഞാൽ, എന്തിൽ? ഫിസ്സൂർ. സൂർ എന്ന് വെച്ചാൽ കാഹളം, ട്രംപറ്റ്. അതിൽ ഊത്ത് ഊരിക്കഴിഞ്ഞാൽ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാഹളത്തിൽ
അത് ഊതപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് ഫഇദാ നുഫിഖ ഫിസ്സൂർ. എങ്ങനെ? നഫ്ഹത്തുൻ വാഹിദ. നഫ്ഹത്തുൻ ഊത്ത്, വാഹിദ ഒറ്റ. അപ്പോ ഒരു ഊത്ത്, ഒറ്റ ഊത്ത് അത് കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ, എന്നാൽ ഒരു ഊത്ത് കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഫഇദാ നുഫിഖ ഫിസ്സൂർ നഫ്ഹത്തുൻ വാഹിദ, ഒറ്റ ഊത്ത് അത് കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വഹുമിലത്തിൽ അർദ്. ഹമല യഹ്മിലു എന്ന് വെച്ചാൽ വഹിക്കുക എന്നാണ് അർത്ഥം. വഹിക്കുക, ഹമല യഹ്മിലു. അതേപോലെ തന്നെ ഉയർത്തുക, പൊക്കിയെടുക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. നമ്മൾ സാധാരണ ഹമല എന്നുള്ളതിന് നമ്മൾ വഹിച്ചു എന്നുള്ള അർത്ഥമാണ് നമ്മൾ പലപ്പോഴും കേട്ടതും മനസ്സിലാക്കിയതും. വഹിക്കുക, ഉയർത്തുക, പൊക്കിയെടുക്കുക എന്നൊക്കെ ഹമലക്ക് അർത്ഥമുണ്ട്. അപ്പോൾ വഹുമിലത്തിൽ അർദു, അർദ് അറിയാലോ. വഹുമില അതേപോലെ തന്നെ എന്താണ്? മജ്ഹൂൽ പ്രയോഗമാണ്. നുഫിഖ എന്ന് പറഞ്ഞതുപോലെ ഉയർത്തപ്പെട്ടാൽ, പൊക്കിയെടുത്തപ്പെട്ടാൽ, അല്ലെ വഹിക്കപ്പെട്ടാൽ എന്നൊക്കെയാണ് വഹുമിലത്ത് എന്ന് പറയുമ്പോൾ. വഹുമിലത്തിൽ അർദു, ഭൂമി വഹിക്കപ്പെട്ടാൽ, ഭൂമി ഉയർത്തപ്പെട്ടാൽ, അല്ലെങ്കിൽ ഭൂമി പൊക്കിയെടുക്കപ്പെട്ടാൽ. വൽ അർദു വൽ ജിബാൽ. ജിബാൽ അറിയാലോ, ജബലിന്റെ ജംആണ്, പ്ലൂറലാണ് ജിബാൽ, പർവ്വതങ്ങൾ. അപ്പൊ പർവ്വതങ്ങളും ഭൂമിയും അത് പൊക്കിയെടുക്കപ്പെട്ടാൽ, പൊക്കിയെടുക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ അത് വഹിക്കപ്പെട്ടാൽ, അപ്പോൾ ദുഃഖത, ദക്ക യദുക്കു എന്ന് വെച്ചാൽ ഇടിച്ച് പൊടിയാക്കുന്നതിനാണ് പറയാ. ഇടിച്ച് പൊടിയാക്കുക, അതിനാണ് ദക്ക യദുക്കു എന്ന് പറയാം. അതിന്റെ മജ്ഹൂൽ രൂപം ദുഃഖ എന്ന് പറയുന്നത്. ദുഃഖത എന്ന് പറയുമ്പോൾ അവ രണ്ടും എന്നാണ്. അവ രണ്ടും ഏതാണ് ഉദ്ദേശിക്കുന്നത്? അൽ അർദു, അതേപോലെ തന്നെ വൽ ജിബാൽ, ഭൂമിയും പർവ്വതങ്ങളും അവ രണ്ടും ഇടിച്ച് പൊടിയാക്കപ്പെട്ടാൽ. വഹുമിലത്തിൽ അർദു വൽ ജിബാലു ഫദുഃഖത. എങ്ങനെ? ദക്കത്തൻ, പൊടി, വാഹിദൻ, ഒറ്റ പൊടി. ഒരു പൊടിയാക്കപ്പെടുന്ന അവസ്ഥയിൽ അത് മുഴുവനും ഇടിച്ച് തകർക്കുന്ന അവസ്ഥ, നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് വഹുമിലത്തിൽ അർദു വൽ ജിബാലു ഫദുഃഖത ദക്കത്തൻ വാഹിദ. അപ്പോൾ ഭൂമിയൊക്കെ ഏതെല്ലാം രൂപത്തിൽ, ഏതെല്ലാം അവസ്ഥയിലാണ് ഭൂമി, പല രൂപങ്ങളാണ് ഭൂമിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ലേ? അവിടെ അതെല്ലാം ഒരേപോലെ നശിക്കുകയാണ്. പർവ്വതങ്ങളും സമതലങ്ങളും കടലും പുഴയും മലകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഭൂമി, അത് മുഴുവനും ഓരോ ഇടിച്ച് പൊടിയാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക. അതാണ് ഫദുഃഖത ദക്കത്തൻ വാഹിദ്, ഒറ്റപ്പൊടി. എന്ന് വെച്ചാൽ ഒരു ഇടി ഇടിച്ച് നിരപ്പാക്കുന്ന അവസ്ഥ ഉണ്ടായിത്തീരുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ ദിവസം ഫയൗമൈദിൻ, അപ്പോൾ അന്നേരം ആ ദിവസം ആയിത്തീരും. യൗമുൻ ദിവസം, യൗമൈദിൻ അന്നേ ദിവസം, ആ ദിവസം എന്നൊക്കെ അർത്ഥം. വഖഅത്തിൽ വാഖിഅ, വഖഅത്തിൽ വാഖിഅ, വഖഅ എന്ന് വെച്ചാൽ സംഭവിച്ചു എന്നാണ്. വഖഅ, വഖഅത്ത് എന്ന് പറയുമ്പോൾ അതിനെ മുഅന്നസായി പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും പാസ്റ്റ് ടെൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ശരിക്കും വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. പക്ഷേ അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? വഖഅത്ത് എന്നാണ്, വഖഅ എന്നാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? വഖഅ ശരിക്കും സംഭവിച്ചു കഴിഞ്ഞ ഒരു പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്താണ്? അത്ര പോലും യാഥാർത്ഥ്യമാണ് അത് എന്നുള്ളതിനെ കുറിച്ച് ബോധ്യപ്പെടുത്താണ് അള്ളാഹു അത് കഴിഞ്ഞകാല ഭൂതകാല ക്രിയ അള്ളാഹു പാസ്റ്റ് ടെൻസ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ വഖഅത്തിൽ വാഖിഅ, അപ്പോൾ എന്തായി? അന്നേ ദിവസം ആ സംഭവം സംഭവിക്കുകയുണ്ടായി. ആ സംഭവം എന്തായി? ഈ പറഞ്ഞ അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാഹളത്തിൽ ഇസ്രാഫീലിനോട് ഊതാൻ വേണ്ടി പറയുമ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒരു ഊതൂതുന്നതോടുകൂടി എന്തായി? ഭൂമിക്ക് മുകളിലുള്ള എല്ലാ വസ്തുക്കളും നശിക്കുന്ന സാഹചര്യം ഉണ്ടായി. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വജ്ഹ് മാത്രം ബാക്കിയാണ്, ബാക്കിയെല്ലാം നശിച്ചു പോകുന്നൊരവസ്ഥ. അപ്പോൾ ഭൂമിയും അതേപോലെ തന്നെ പർവ്വതങ്ങളൊക്കെ ഇടിച്ച് തകർത്ത് തരിപ്പണമാകുന്ന അവസ്ഥയായി തീരുകയാണ്. അതോടൊപ്പം ആ ദിവസം എന്തായി? ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിഅ, അപ്പോൾ അത് എന്തായി? ആ സംഭവം സംഭവിക്കുകയുണ്ടായി. അഥവാ ഈ ലോകത്തെ നശിക്കുന്ന ആ സാഹചര്യം ഉണ്ടായിത്തീർന്നു.
മാത്രമല്ല വൻ ഷഖ്ഖത്തിസ്സമാ, ഇൻഷഖ്ഖ യൻഷഖു എന്ന് വെച്ചാൽ പൊട്ടിപ്പിളരുന്നതിന് പറയാം. നമ്മൾ സൂറത്തുൽ ഇൻഫിത്താറും സൂറത്ത് ഇൻഷിഖാഖും ഒക്കെ പഠിച്ചിട്ടുണ്ട്, അമ്മ ജുസിൽ അല്ലേ, അതിൽ കാണാം ഇൻഷഖയും അതേപോലെ തന്നെ ഇൻഫത്തുറയും ഒക്കെ പൊട്ടിപ്പിളരുന്നതിനാണ് ആ രണ്ട് പദങ്ങളും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതോടൊപ്പം ഇൻഷഖത്തിസ്സമ, ആകാശം പൊട്ടിപ്പിളരുകയും ചെയ്താൽ ഫഹിയ, അപ്പോൾ അന്നേരം അത് ആയിത്തീരും യൗമ ഇതിൻ, ആ ദിവസം വാഹിയ. വാഹിയ വെച്ചാൽ ദുർബലമാകുന്ന അവസ്ഥ, അതാണ് വാഹിയ എന്ന് പറയാം. ശരിക്കും കാറ്റൊഴിഞ്ഞു പോവുക, ദുർബലമാകുക, ക്ഷീണിക്കുക എന്നൊക്കെ പറയൂല, അങ്ങനത്തെ സാഹചര്യത്തിനാണ് കെട്ടഴിഞ്ഞു പോവുക, അതിനൊക്കെയാണ് വാഹിയ എന്ന് പറയാം. മനുഷ്യനുള്ള ദുർബലാവസ്ഥക്ക് ഉപയോഗിക്കുക വാഹിന എന്നാണ് ഉപയോഗിക്കുക. മറ്റുള്ള വസ്തുക്കളെ കാര്യങ്ങളൊക്കെ പ്രയോഗിക്കുമ്പോൾ അറബിയിൽ വാഹിയ എന്നുമാണ് ഉപയോഗിക്കുക. വാഹിയ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പിന്നെ ഒരു പെണ്ണ് പിന്നെ ഈ ഏലസ് കെട്ടിയ അവസ്ഥയിൽ നബിൻ്റെ മുന്നിൽ വരുന്നുണ്ട്. ഇപ്പം നബി ചോദിക്കുന്നുണ്ട്, മഹാദി ഇതെന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവള് പറയുന്നുണ്ട്, പിന്നെ ഇത് എന്താണ്, ഹിയമിനൽ വാഹിയ, അത് ദുർബലാവസ്ഥ കാരണത്താൽ കെട്ടിയ സാധനമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ശരീരത്തിൻ്റെ ദൗർബല്യം കാരണത്താൽ, വിഷമം കാരണത്താൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അത് ഉപേക്ഷിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ വാഹിന വാഹിയ രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ്, പക്ഷെ അത് മനുഷ്യർക്കു ഉള്ള തളർച്ചയും മറ്റുള്ള വസ്തുക്കളെ തളർച്ചയ്ക്ക് രണ്ടു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് സാന്ദർഭ്യം ഓർമ്മപ്പെടുത്തിയത് മാത്രം. ശരി. അപ്പൊ ഇവിടെ വൻ ഷഖ്ഖത്തിസ്സമാഉ, ആകാശം പൊട്ടിപ്പിളരുകയും ചെയ്യും മൂന്ന സമയത്ത്. ഫഹിയ, അപ്പോൾ അന്നേരം ആ സമയം എന്തായി, യൗമ ഇദിൻ വാഹിയ, അത് ദുർബലമായ അവസ്ഥയിൽ, അത് പിന്നെ ക്ഷീണിച്ച അവസ്ഥയിൽ ആയിത്തീരാണ്. എന്ത്, നശിക്കുന്ന സാഹചര്യം ഉണ്ടായിത്തീരാണ് ആകാശത്തിനും. അല്ലാഹു സുബ്ഹാനഹു വ തആല കടലാസ് പോലെ ആകാശത്തെ ആക്കി തീർക്കുകയും അത് കയ്യിൽ ചുരുട്ടുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഏറ്റവും വലിയ സൃഷ്ടിയാണ് ആകാശം എന്ന് പറയുന്നത്. അതുപോലും നിസ്സാരമായ ഒരു സാഹചര്യത്തിലേക്ക് ആ സൃഷ്ടി പോലും ആയിത്തീരും, വളരെ ദുർബലമായ അവസ്ഥയിലേതായിത്തീരും എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ 4 ആയത്തിലൂടെ നമ്മൾ ആളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഫഇദാ നുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്ന സമയത്ത്, നഫ്ഹത്തുൻ വാഹിദ, ഒറ്റ ഊത്ത്. 2 തരത്തിലുള്ള ഊത്തുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആദ്യത്തെ ഊത്ത് മുഴുവനും, ഇത് മുഴുവൻ നശിക്കുന്ന ഊത്താണ്. രണ്ടാമത്തെ ഊത്ത് സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ ഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുമറിൽ പറയുന്നു. രണ്ടാമത്തെ ഒരു ഊത്ത് ഊതാൻ വേണ്ടി പറയുന്ന സമയത്ത് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നശിപ്പിക്കപ്പെട്ട എല്ലാം ഉയർത്തെഴുന്നേൽക്കുന്ന സാഹചര്യം ഉണ്ടായിത്തീരുന്നു, അള്ളാഹിന്റെ മുമ്പിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ 2 തരത്തിലുള്ള ഊത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹദീസിൽ കാണാൻ സാധിക്കും, നമ്മളോട് അള്ളാഹ് റസൂൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് കൂട്ടരെ, കൈഫ അൻഅം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സന്തോഷിക്കാൻ കഴിയുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് അടിച്ചു പൊളിക്കാൻ കഴിയുന്നത് ഭൂമിയിൽ? കാരണം എന്താണ്, ഇസ്രാഫീൽ നെറ്റിത്തടം ചുളിച്ച് പിന്നെ കാഹളത്തിൽ ഊതാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണല്ലോ എന്ന സമയത്ത്, ചില ഈ അള്ളാഹിൻ്റെ ഒരു ഓർഡർ കിട്ടിയാൽ മതി, അപ്പം അത്രയും തടം ശരിക്കും ചുളിച്ച അവസ്ഥയിൽ ഊതാൻ നിൽക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെയും റെഡിയായി നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ അടിച്ചു പൊളിക്കാൻ കഴിയുന്നത്? സാധാരണ പറയാമല്ലോ, നമ്മൾ ചില രോഗികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് ശരിക്കും ഡോക്ടേഴ്സൊക്കെ പിന്നെ അവരെ പിന്നെ മടക്കി അയച്ചു, 4th സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കി. പക്ഷെ എന്നാലും ചില രോഗികൾ എന്നാലും അള്ളാഹുലേക്ക് മടങ്ങാത്ത ആളുകളും നിസ്കരിക്കാത്ത ആളുകളും ദീൻ ഉൾക്കൊള്ളാത്ത ആളുകളൊക്കെ ആ സമയത്തും ഹറാമും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളൊക്കെ പറയാറുണ്ട്, അയാളെ കാണുമ്പോൾ എന്താ അവസ്ഥ അല്ലേ, അയാൾ ഈ ഒരു അവസ്ഥയിൽ പോലും ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. അള്ളാഹിൻ്റെ റസൂൽ ഭൂമിയല്ല മൊത്തം കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ കഴിയുന്നത്? ഇസ്രാഫീൽ ഇതാ ഇത്രയും ഒരുങ്ങി നിൽക്കുകയാണല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അപ്പം ആ സമയം ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും എന്താവും, നിലവിലുള്ള അവസ്ഥയിൽ നല്ല മാറ്റം വരും. അതാണ് ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രം എല്ലാറ്റിൻ്റെയും
മാറ്റങ്ങൾ എല്ലാം നശിക്കുകയാണ്. വലിയ വലിയ പർവ്വതങ്ങളൊക്കെ ഇടിച്ച് തകർന്ന് തരിപ്പണമാവുകയാണ്. ആ ദിവസം അള്ളാഹു സുബ്ഹാനഹു തആല മാത്രം ബാക്കിയാകുന്ന ഒരു ദിവസത്തെക്കുറിച്ചുള്ള ഭയാനകതയെക്കുറിച്ച് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിക്ക് അതിൽ നിന്ന് ശരിക്കും അത് പാഠം ഉൾക്കൊള്ളാനും അവർക്ക് തിരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങി വരാനുമുള്ള ഓർമ്മപ്പെടുത്തലുകൾ. അതാണ് പഠിക്കുന്ന, ചിന്തിക്കുന്ന, കേൾക്കാൻ ശ്രവിക്കുന്ന തയ്യാറുള്ള ആളുകൾക്ക് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ അവർക്ക് എന്താണ്, അവർക്കൊരു പാഠമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയത്തെക്കുറിച്ചും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ വളരെ കുറഞ്ഞൊരു സമയവും കാലഘട്ടവും ഒക്കെയാണ് നമുക്കൊക്കെ അള്ളാഹു നിശ്ചയിച്ച് വെച്ചത്. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു. ഇനി അടുത്തൊരു റമദാനിലേക്ക് നമ്മളൊക്കെ ആരൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ അള്ളാഹിനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ തഖ്വ ആണ് നോമ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആ തഖ്വ നോമ്പിലൂടെ നമുക്കൊക്കെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. എന്തോ അറിയില്ല, പലപ്പോഴും ആ നോമ്പിൻ്റെ ആ മാസം മാത്രം ഒരു സീസൺ ഭക്തിയുടെ ആളുകളായിട്ടാണ് പലപ്പോഴും നമ്മളൊക്കെ മാറിപ്പോവാറുള്ളത്. റമദാൻ എന്തുമാത്രം ശുഷ്കാന്തിയാണ് എല്ലാ കാര്യത്തിലും, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ, ഇബാദത്തിൻ്റെ കാര്യത്തിൽ, ജമാഅത്തിൻ്റെ കാര്യത്തിൽ, ഖുർആൻ പാരായണത്തിൻ്റെ, ഖുർആൻ പഠനത്തിൻ്റെ കാര്യത്തിൽ, അതേപോലെ രാത്രി നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ. രാത്രിയിലൊക്കെ വളരെ കുറഞ്ഞ സമയമൊക്കെ നമ്മളൊക്കെ ഉറങ്ങാറൊക്കെ ഉള്ളൂ. അത്രയും ഇബാദത്തിനൊക്കെ സമയമൊക്കെ ചിലവഴിച്ചിട്ട് റമദാൻ കഴിഞ്ഞ് ഷവ്വാൽ ആകുമ്പോഴേക്കും ഇത് മുഴുവനും നശിച്ചു പോകുന്ന ഒരു സാഹചര്യം നന്നായി നമ്മൾ പല വ്യക്തികളിലും ആളുകൾ കാണുന്നു. ഞാനൊരു പള്ളിയിൽ ഉള്ള ഒരാളെന്ന നിലയിൽ റമദാനിൽ സുബഹിക്ക് പോലും പള്ളി മുഴുവൻ ആൾക്കാരാണ്. പക്ഷേ ശരിക്കും ആ പെരുന്നാളും കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് തന്നെ ആദ്യത്തെ നേരത്തെ ഉണ്ടായിരുന്ന 3 സഫിലേക്ക് ഒതുങ്ങുകയാണ്. ഇപ്പം എവിടെയോ നോമ്പ് ശരിക്കും അള്ളാഹു പറഞ്ഞൊരു തഖ്വ നിങ്ങൾക്ക് ഉണ്ടാവാൻ എന്ന് പറഞ്ഞാൽ ആ തഖ്വ നമുക്ക് നിലനിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം പല സന്ദർഭത്തിലും നോമ്പ് കൊണ്ടില്ലാതെ പോകുന്നുവെങ്കിൽ സത്യത്തിൽ നമ്മൾക്കൊന്നും നോമ്പ് കൊണ്ടൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല പ്രിയപ്പെട്ടവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നഹ്ലിൽ 91 വചനങ്ങളിലൊക്കെ അള്ളാഹ് പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ഏറ്റെടുത്ത കരാറുകൾ മുഴുവനും നിങ്ങൾ പൂർത്തിയാക്കണം. വഉഫൂ ബി അഹദില്ലാഹി ഇദാ ആഹദത്തും വലാ തൻഖുദുൽ ഐമാന ബഅദ തൗക്കീദിഹാ. നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ഒരുപാട് കരാറുകൾ എടുത്തില്ലേ, അള്ളാഹിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞില്ല, പഠിച്ചോനെ സംഭവിച്ചു പോയി, ഇനി സംഭവിക്കൂല, ഇനി ഞാൻ ചെയ്യൂല, എനിക്ക് പുറത്ത് തരണം, മാപ്പാക്കണം എന്ന് പറഞ്ഞ് അള്ളാഹിനോട് കുറേ കാര്യങ്ങൾ നമ്മൾ എന്താക്കിയിട്ടുണ്ട്. പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എങ്ങനെ, വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല, അള്ളാഹിനെ കഫീലാക്കി നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത്. ആ തീരുമാനങ്ങളൊന്നും ലാ തൻഖുദു ഐമാനക്കും, നിങ്ങളുടെ ശബ്ദങ്ങളെ നിങ്ങൾ ലംഘിച്ച് കളയരുതെന്ന് അള്ളാഹു പറയുന്നുണ്ട്. നിങ്ങളെ പൂർത്തിയാക്കണം, നിങ്ങൾ ലംഘിച്ച് കളയരുത്. അതേപോലെ തന്നെ ഒരു ഭ്രാന്തി പെണ്ണിനെ പോലെ ഒരു വലിയ ഒരു ശക്തമായ ഒരു കയറുണ്ടാക്കിയിട്ട് അത് ഉടർത്തിക്കളി നശിപ്പിച്ചു കളയുന്ന പെണ്ണിനെ പോലെ നിങ്ങൾ ആയിത്തീരരുതെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഈമാനാകുന്ന തഖ്വയാകുന്ന ശക്തമായ ഒരു കയറ് റമദാൻ ഉണ്ടാക്കി റമദാന് ശേഷം അതിനെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥ ഉണ്ടാവരുത്. ചെയ്യുന്ന കാര്യങ്ങൾ പതിവായി ചെയ്യാൻ, രാത്രിയിലെ നിസ്കാരവും കാര്യങ്ങളൊക്കെ അത് റമദാനിന് മാത്രമുള്ള നിസ്കാരങ്ങളല്ല, ബാക്കി എല്ലാ മാസത്തിലുള്ള നിസ്കാരം തന്നെയാണ്. റമദാനിൽ ഒന്നുകൂടി ഇത്തരം കാര്യങ്ങൾ ശുഷ്കാന്തി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളൊരു സജീവമായ ഒരു നിർബന്ധ ബുദ്ധിയും പ്രാർത്ഥനയും നമ്മളിലൊക്കെ ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കൂട്ടത്തിൽ ജീവിതത്തിൽ മരണം ഏത് സമയത്ത് നമ്മളിലേക്ക്, ഇപ്പോൾ ഇന്നലെ മെനഞ്ഞാന്ന് ഒരു മയ്യത്ത് പങ്കെടുത്തത്, ഈ മറ്റന്നാൾ 5-ാം തീയതി കല്യാണം നിശ്ചയിച്ച് വെച്ച ഒരു പക്ഷേ നിങ്ങളെ പലരൊക്കെ ബന്ധുക്കളൊക്കെ ഉണ്ടാവും. തലശ്ശേരിയുള്ള ഒരു മുഹമ്മദ് ഷാസ് എന്ന് പറയുന്ന ഒരു മകൻ 5-ാം തീയതിയാണ് അതിൻ്റെ കല്യാണ കത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെ പ്രയാസം തോന്നിപ്പോൾ. ഇവിടെ ദുബായിൽ വെച്ച് കഴിഞ്ഞ ദിവസം പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് പിന്നെ അറ്റാക്കായിട്ട് മരണപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ മയ്യത്ത് കബറടക്കലും കാര്യങ്ങളൊക്കെ മെനഞ്ഞാന്നാണ് നടന്നത്. ദുബായിൽ തന്നെയാണ് കബറടക്കമൊക്കെ ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ നാടും ആ വീടും ഈ മുഹമ്മദ് ഷാദിൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥയും കല്യാണത്തിന് നിശ്ചയിച്ച പെൺകുട്ടിയുടെ റിദ റഷീദ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അവസ്ഥയും ആ കുടുംബത്തിൻ്റെ അവസ്ഥയും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു പുതിയാപ്പിളയായി ഒരുങ്ങി പുറപ്പെട്ടു പോകാൻ വേണ്ടി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് പുതിയാപ്പിള ഡ്രസ്സും എല്ലാം
അടിച്ച് പൊളിച്ചൊരു വിവാഹ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ നിമിഷങ്ങൾ പലതും കാണുമ്പോൾ അതൊറ്റ ദിവസം കൊണ്ടത് മാറി 3 കഷ്ണം തുണിയിൽ കഫൻ പുടയിൽ പൊതിഞ്ഞുകൊണ്ട് അള്ളാഹിൻ്റെ അടുക്കിലേക്ക് പോകുന്നൊരു രംഗത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആ മോനെ പിന്നെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ആ പ്രയാസവും വിഷമവും അനുഭവിക്കുന്ന ആ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും റിദമുൾക്കും എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും സബറും അജറും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ജീവിതത്തിൽ ഇത്രയാണ് നമ്മുടെ ഒക്കെ ഉള്ളൂ. ഏത് സമയത്തും അള്ളാഹുവിന് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ഈ വാക്സിനുമായി ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ പഠനങ്ങളിലൊക്കെ മനസ്സിലാക്കുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട വാക്സിൻ എടുത്ത ആളുകൾക്കൊക്കെ പെട്ടെന്നുള്ള മരണങ്ങൾ സാധ്യതകൾ കൂടിയ സാഹചര്യത്തെക്കുറിച്ചൊക്കെ അറിവുള്ള ഡോക്ടർമാർ പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ വിശ്വാസിയാവുന്നില്ല, നമ്മൾ എപ്പോഴും ഏത് സമയത്തും മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക എന്നും മാത്രം ഓർമ്മപ്പെടുത്തുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള അവസരത്തിൽ മരണപ്പെട്ടു പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മൺമറഞ്ഞു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മുടെ നോമ്പും നമ്മുടെ രാത്രിയുള്ള നിസ്കാരവും നമ്മുടെ സദഖകളും നമ്മുടെ ഖുർആൻ പാരായണവും മറ്റെല്ലാ അമല സ്വാലിഹാത്തുകളും റഹ്മാനായ നാഥൻ കബൂൽ ചെയ്യുമാറാകട്ടെ. കർമ്മങ്ങൾ വന്നു പോകുന്ന എല്ലാ തരത്തിലുള്ള പോരായ്മകളും റിയായിൽ നിന്നും നിഫാഖിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള എളിയ ഒരു ശ്രമം അള്ളാഹു ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നന്നായി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയുന്ന കാര്യങ്ങൾ എന്തോ അതെൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനും കേൾക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഈമാൻ അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.